ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് കോവളം ലൈറ്റ് ഹൗസിലാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടാണ്. രണ്ട് വലിയ കപ്പലുകളെ നമുക്ക് നമ്മുടെ പോർട്ടിൽ കാണാൻ സാധിക്കും. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് രണ്ട് കപ്പലുകളെയാണ് നമ്മുടെ ബർത്തിൽ മൂറിങ്ങിലുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബർത്തിൽ രണ്ട് ടെർമിനലാണ് നിലവിലുള്ളത്, ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ഈ രണ്ട് ടെർമിനലും നിലവിൽ രണ്ട് കപ്പലുള്ളതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. ടെർമിനൽ 1-ലുള്ളത് എക്സ്പ്രസ് ധൗളഗിരി, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, അത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ടെർമിനൽ 1-ലുള്ളത്. ആ കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കോവളം ലൈറ്റ് ഹൗസ് എന്നുള്ള സൂമിംഗ് വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ടെർമിനൽ 2-ലുള്ളത് MSC മോണിക്ക 3 എന്ന് പറയുന്ന കപ്പലാണ്. രണ്ടും ഫീഡർ വെസലുകൾ തന്നെയാണ്. ഈ രണ്ട് കപ്പലുകളെയും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്നാണ് നമ്മുടെ പോർട്ടിനെ വളരെ വ്യക്തമായിട്ട് ഒരു ഫ്രെയിമിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. നമുക്ക് ഇത്രത്തോളം വിഷ്വൽ നമുക്ക് വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പല വ്യൂ എന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നും രണ്ടോ മൂന്നോളം വ്യൂ എന്നാണ് നമ്മളിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, എക്സ്പ്രസ് ധൗളഗിരി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ തന്നെ ഈ കപ്പൽ അടുത്തൊരു പോർട്ടിലേക്ക് പോകുന്നതും ഈ വീഡിയോയിൽ തന്നെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ ചക്ക് ബോട്ടുകളെ കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ധാരാളം കണ്ടെയ്നർ ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ബെർത്തിന്റെ പോർഷൻസ് നമുക്ക് ഇവിടെ നിന്നും കാണാനായി സാധിക്കും. ധാരാളം ട്രെയിലർ ലോറികളുമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒന്നിന് മുകളിൽ ഒന്നിൽ ഈ പറയും പോലെ കട്ട പോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ് വളരെ ദൂരെ നിന്നും കണ്ടെയ്നറുകൾ. നിലവിൽ 5ഓളം കണ്ടെയ്നർ ഹൈറ്റിലാണ്, അതായത് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് കണ്ടെയ്നർ വെച്ചിട്ടുള്ളത്. അത് മിക്കതും ഈ പറയുന്ന യെല്ലോ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറായിട്ട് നമുക്ക് തോന്നിക്കുന്നത് MSCയുടെ കണ്ടെയ്നർ തന്നെയാണ്. 99% കണ്ടെയ്നർ നിലവിലുള്ളത് MSCയുടെ കണ്ടെയ്നർ തന്നെയാണ്. കാരണം MSCയുടെ കപ്പലുകളാണ് ധാരാളം നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നു തന്നെയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSC. ഇപ്പോൾ നമ്മൾ ഈ ട്രെയിലർ ലോറികൾ കൊണ്ടുപോകുന്നത് MSCയുടെ കണ്ടെയ്നർ, ഇത് 40 ഫീറ്റ് കണ്ടെയ്നറാണ്. ഇപ്പോൾ 40 ഫീറ്റും ഈ പറയുന്ന 20 ഫീറ്റും കണ്ടെയ്നറാണ് ധാരാളമായി നമ്മുടെ പോർട്ടിൽ വരുന്നത്. അതുമാത്രമല്ല, 45 ഫീറ്റിന്റെ കണ്ടെയ്നർ വരെ. എനിക്ക് തോന്നുന്നത് 40 ഫീറ്റിനെ കാട്ടി ഇച്ചിരി നീളം കൂടുതലുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 45ന്റെ കണ്ടെയ്നർ ആവാം. കാരണം ഞാൻ പറയില്ലേ, ഒരു 3-4 തരം 45 കണ്ടെയ്നറും ഞാൻ ഈ ഇടയ്ക്ക് പോർട്ടിൽ പോയപ്പോൾ ധാരാളമായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 90% വരുന്നത് 40 ഫീറ്റും 20 ഫീറ്റും ആണെങ്കിലും 45ഉം വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് യാർഡ് പോർഷൻ കാണാൻ സാധിക്കും. ഫുള്ളി ഓട്ടോമാറ്റിക് ആയുള്ള യാർഡ് ക്രെയിനുകളും കാണാൻ സാധിക്കും. കാരണം നമുക്കറിയാം, വളരെ ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, അതിനാവശ്യമായിട്ടുള്ള സ്റ്റോണും നമുക്ക് എത്രത്തോളമാണ് സ്റ്റോൺ ശേഖരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് നമുക്ക് ധാരാളം സ്റ്റോണിന്റെ ഒരു മല തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോർഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ആണ്, അതായത് PO ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഞാൻ സൂം ചെയ്യുന്നുണ്ടോ. ഇതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും നമ്മുടെ ഈ കാണുന്ന പോർട്ട് ഓഫ് ബിൽഡിംഗ് വളരെ പരിചിതമാണ്. കാരണം നമ്മുടെ ഈ കാണുന്ന യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പോർട്ട് ഓഫ് ബിൽഡിങ്ങിന്റെ ഓപ്പറേറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാണ്. പലപ്പോഴായിട്ട് ഞാൻ പറയാറുണ്ട്, വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റോൺ ശേഖരിക്കുന്ന യാർഡിൽ ലോറികൾ നിരനിരയായി നിൽക്കുന്നത് കാണാൻ സാധിക്കും. സ്റ്റോണുമായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു ദിവസം 100-150 ലോഡ് സ്റ്റോണുമായിട്ടാണ് നമ്മുടെ പോർട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിന് ധാരാളം സ്റ്റോൺ ആവശ്യമായി വരും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബെർത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കപ്പലുകളിൽ, അതായത് ടെർമിനൽ 2-ൽ ഇപ്പോൾ ഹാച്ച് കവർ ഇട്ട് അടയ്ക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കണ്ടെയ്നർ നമ്മളെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ടെയ്നർ അടുക്കി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കപ്പലിന്റെ ഉള്ളിൽ കണ്ടെയ്നർ ഉണ്ട്. അതിന്റെ മുകളിൽ ഹാച്ച് കവർ വെച്ചതിന് ശേഷമാണ് അതിന്റെ മുകളിൽ കണ്ടെയ്നർ പോകുന്നത്. അപ്പോൾ ഹാച്ച് കവർ അടയ്ക്കുന്ന STS ക്രെയിനെയാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടെയ്നർ പൊക്കുന്നതിന്
നമ്മുടെ സ്പ്രെഡർ ഉപയോഗിച്ച് കണ്ടെയ്നർ പൊക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇതുപോലെ ഹാച്ച് കവർ ഇളക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ചാർജസ് നമ്മുടെ ഈടാക്കുന്നുണ്ട്. കാരണം STS ക്രെയിൻ ചാർജസ് ഈടാക്കുന്നുണ്ട്. നമ്മുടെ STS ക്രെയിൻ ഉപയോഗിച്ച് എന്ത് ജോലി നമ്മുടെ ഈ പറയുന്ന കപ്പലിൽ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അഡീഷണൽ ചാർജാണുള്ളത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുന്നേ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എത്രത്തോളമാണ് ഹാച്ച് കവർ ഇളക്കുന്നതിനും കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതിനുമുള്ള ചാർജസുകൾ, നമ്മുടെ പോർട്ടിന്റെ ചാർജസുകൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാനായി സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്കാണ് പോകേണ്ടത്. ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് സൈഡിലൂടെ കർവ് ചെയ്ത് പോകുന്ന ബ്രേക്ക് വാട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബ്രേക്ക് വാട്ടറിനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ക്യാപ്റ്റനായ തൃശ്ശൂരുകാരനായ അദ്ദേഹം നമ്മുടെ ഇന്റർവ്യൂവിൽ, അതായത് ഒരു ഫോണിൽ പ്രോഗ്രാം, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ, അതിൽ പറയുന്നുണ്ടായിരുന്നു വളരെ അനായാസേന ബർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പോർട്ടിന്റെ ഡിസൈൻ എന്ന് തന്നെ അദ്ദേഹം നമ്മുടെ നേരിട്ട് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് വളരെയധികം അഭിമാനം തന്നെയാണ്. വളരെ ഫാസ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും ബർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെ ബ്രേക്ക് വാട്ടറാണ് 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത എൻഡ് പോർഷനിലെ ബ്രേക്ക് വാട്ടറാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് 1040 മീറ്റർ കൂടിയാണ് ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 4000 മീറ്റർ ബ്രേക്ക് വാട്ടറായി മാറും. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ബർത്ത്, അതായത് ഒരു ബർത്താണ് നമുക്കുള്ളത്, 2 ടെർമിനൽ, ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ഇനി നമുക്ക് 1200 മീറ്റർ കൂടി ബർത്ത് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2000 മീറ്റർ ബർത്തും അതിന് പേരലായിട്ട് തന്നെ 4000 മീറ്റർ ബ്രേക്ക് വാട്ടറും 2028 കൂടി തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ആ വർക്കുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കുന്നത്. വളരെ ദൂരം എന്നുള്ള വിഷ്വൽ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവളം ലൈറ്റ് ഹൗസിൽ നിന്നും വളരെ മനോഹരമായ വിഷ്വൽ തന്നെയാണ്. നമ്മുടെ പോർട്ടും ബ്രേക്ക് വാട്ടർ, യാർഡ് എക്സ്റ്റൻഷൻ, ഇതെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് ഒരൊറ്റ ഫ്രെയിമിൽ വളരെ മനോഹരമായി കാണാനായി സാധിക്കും. നമുക്കിനി അടുത്തൊരു വ്യൂയിലേക്കാണ് പോകേണ്ടത്. ഈ വ്യൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ട എക്സ്പ്രസ് ചൗളഗിരി എന്ന് പറയുന്ന ഒരു കപ്പൽ നമ്മുടെ ടെർമിനൽ 1 ഉണ്ടായിരുന്നു. 2 കപ്പലാണ് ഉണ്ടായിരുന്നത്, എക്സ്പ്രസ് ചൗളഗിരിയും MSC മോണിക്ക 3. എക്സ്പ്രസ് കാവേരി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ആ കമ്പനിയുടെ തന്നെയാണ് എക്സ്പ്രസ് ചൗളഗിരി എന്ന് പറഞ്ഞ കപ്പൽ. ആ കപ്പൽ ഇപ്പോൾ നമ്മുടെ പോർട്ടിന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ കപ്പലിനോടൊപ്പം തന്നെ ഡോൾഫിൻ 27 എന്ന് പറയുന്ന ഒരു ടഗും കൂടി പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ഈ കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റാണ്. ആ പോർട്ടിലെ പൈലറ്റിനെ കൂട്ടിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പോർട്ടിലേക്ക് തിരിച്ചു പോകാനും, അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന, അതായത് നമുക്ക് പുറംകടൽ ധാരാളം കപ്പലുകൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും 5-6ഓളം കപ്പലുകൾ വെയിറ്റിംഗ് ആണ്. ഈ കപ്പലിൽ നിന്നും ക്യാപ്റ്റൻ അല്ല, പൈലറ്റ് ടഗിൽ കയറിയതിനു ശേഷം അടുത്തൊരു കപ്പലിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഉണ്ടോ, ഈ കപ്പലിൽ നിന്നും ഇറങ്ങുന്ന, അതായത് ലാഡർ ഉപയോഗിച്ച് ഇറങ്ങുന്ന പോർട്ടിലെ പൈലറ്റിനെ കാണാൻ സാധിക്കും. വളരെയധികം റിസ്ക് തന്നെയാണ്. കാരണം കപ്പൽ റണ്ണിങ്ങിൽ തന്നെയാണ്. ആ സമയത്താണ് ഇതിലൂടെ ഇറങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ ഹൈറ്റ് കുറഞ്ഞായിട്ട് തോന്നുമെങ്കിലും പുറത്ത് നമ്മൾ പുറംകടലിൽ നിന്നാണെങ്കിൽ നമുക്ക് വളരെയധികം തിരമാല കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബ്രേക്ക് വാട്ടറിന്റെ പ്രൊട്ടക്ഷൻ അകത്തായതിനാൽ ഈ ഭാഗത്ത് തിരമാല ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇതേ കപ്പൽ ഇപ്പോൾ പോർട്ടിന് പുറത്തേക്ക്, അതായത് ബ്രേക്ക് വാട്ടർ പ്രൊട്ടക്ഷന് പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്തുള്ള തിരമാലയും കപ്പലിന്റെ കുലുക്കവും തീർച്ചയായിട്ടും നമുക്ക് കണ്ട് മനസ്സിലാക്കും. ഇതാണ് നമ്മുടെ പോർട്ടിലെ പൈലറ്റ്. 3-4 പൈലറ്റ് ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലൊരു പൈലറ്റാണിത്. ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടെഗാണ് ഇപ്പോൾ പോർട്ടിലെ പൈലറ്റിനെ പോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പോർട്ടിലേക്ക് പോകുമെന്ന്. നമുക്കിപ്പോൾ തന്നെ കാണാം, പൈലറ്റ് ഇപ്പോൾ തീർച്ചയായിട്ടും പുറംകടലിലേക്ക് പോകും. കാരണം അവിടെയും ധാരാളം കപ്പലുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു കപ്പൽ ഇറങ്ങിയാൽ അടുത്ത സീനിയറിറ്റി അനുസരിച്ച് അടുത്ത കപ്പൽ കയറും. ആ ഒരു ഇതാണ്. അതായത് നമുക്ക് ഇനി ഈ പറയുന്ന എക്സ്പ്രസ് ചൗളഗിരി എന്ന് പറയുന്ന മാർക്കിംഗ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിരമാല ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് കാണാൻ, നമുക്ക് ഇപ്പോൾ ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് അറിയാനായി സാധിക്കില്ല. കാരണം വേറെ ഒന്നുമില്ല, അത് കുറച്ച് പഴക്കം ചെന്ന ഷിപ്പാണെന്ന് തോന്നുന്നു. ഡ്രാഫ്റ്റിന്റെ വശമെല്ലാം പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിരിക്കുന്നു. കാരണം ഒന്നുകൂടി സൂം ചെയ്താലേ നമുക്ക് അറിയാനായി സാധിക്കുള്ളൂ. കാരണം ഫുള്ള് ഡ്രാഫ്റ്റിലല്ല ഈ കപ്പൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടറിന്റെ പ്രൊട്ടക്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച. അതായത് ഇതുവരെ ബ്രേക്ക് വാട്ടറിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പുറത്ത് നല്ലൊരു തിരമാലയാണ്. വിഴിഞ്ഞ മാത്രമല്ല, ഇത് നമ്മൾ ഈ പറയുന്ന ഈ മാസങ്ങളിലെല്ലാം തിരമാല വളരെ കൂടുതലുള്ള സമയം തന്നെയാണ്. ഇതാ കപ്പൽ പുറത്തോട്ടിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മളെ കാണുന്നത്. ബ്രേക്ക് വാട്ടർ പ്രൊട്ടക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മുടെ പോർട്ടിൽ നിന്ന് കപ്പൽ ചാലിലേക്ക് കപ്പൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി കപ്പൽ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, വ്യത്യസ്തമായ കണ്ടെയ്നറുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്ക് വളരെ സാവധാനം നോക്കി കഴിഞ്ഞാൽ MSCയുടെ കണ്ടെയ്നറാണ് കൂടുതലായിട്ടുള്ളത്. തൊട്ട് മുന്നേ നമ്മൾ MSC
മോണിക്ക ട്രീയിൽ നിന്നും ഹാച്ച് കവർ ഊരി മാറ്റി ഹാച്ച് കവർ റീപ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുണ്ടായിരുന്നു. ഇതിൽ വ്യത്യസ്തമായ കണ്ടെയ്നർ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് പുറകിലെ ഡെക്ക് പോർഷനിലെ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല പൂർണ്ണമായിട്ട് നമുക്ക് ഡോൾഫിൻ 27 കൂടെയുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജ് പോർഷൻ കാണാൻ സാധിക്കും. ബ്രിഡ്ജിലെ സൈഡ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് ലാഡർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കപ്പലിന്റെ കണക്ഷൻ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. റഡാർ ആവട്ടെ, ഈ പറയുന്ന കപ്പലുമായിട്ട് കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തവും ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കാറ്റിൽ പാറി പറക്കുന്നതും വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഈ പറയുന്ന എക്സ്പ്രസ് ധൗളഗിരിയുടെ ബ്രിഡ്ജ് പോർഷൻ എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജ് പോർഷനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് കപ്പലിന്റെ ഫണൽ, അതായത് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്ത എക്സോസിന്റെ ഫണലും ഈ ബ്രിഡ്ജ് പോർഷനിൽ തന്നെ കാണാനായി സാധിക്കും. ഇനി നമുക്ക് കപ്പൽ നമ്മുടെ കപ്പൽ ചാലിലൂടെ പുറത്തേക്ക് പോകുന്നു. കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. 17/1/2017 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. 170 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത്, 28.1 മീറ്ററാണ് കപ്പലിന്റെ ബീം അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത്, 14.2 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്, 9.5 മീറ്ററാണ് കപ്പലിന്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. 19 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോകാൻ പറ്റുന്ന കപ്പലിന് 1730 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 350 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഫീഡർ വെസൽ തന്നെയാണ് എക്സ്പ്രസ് ധൗളഗിരി എന്ന് പറയുന്നത്. ഇത് ജിബൂട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അതായത് ഗൾഫ് മേഖലയിലെ കണ്ടെയ്നർ നമ്മുടെ പോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ച് കണ്ടെയ്നറുമായിട്ട് ജിബൂട്ടി തന്നെയാണ് ഈ കപ്പൽ പോകുന്നത്. ഇപ്പോൾ ജിബൂട്ടിലേക്കാണ് കപ്പൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. കാരണം ഇപ്പോൾ കപ്പൽ ചാലിലൂടെയാണ് കപ്പൽ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആ തിരമാലയുടെ ശക്തി നമുക്ക് എത്രത്തോളമാണെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം കപ്പൽ നമ്മുടെ മുന്നിലൂടെ തന്നെ പൂർണ്ണമായിട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഈ ഏറ്റവും മുന്നിലായിട്ട് കാണുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സ് ആണ് കണ്ടോ, സദാസമയം റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നാവിഗേഷൻ എക്യുപ്മെന്റ്സ് തന്നെയാണ് നമ്മളെ കാണുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഫോർമാസ്റ്റ് ആണ്. ഫോർമാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് പഴക്കം ചെന്ന 2017 ഷിപ്പ് ആയതുകൊണ്ടാണ് ഈ മോഡൽ വരുന്ന ഒരു ഫോർമാസ്റ്റ്. പക്ഷെ നമ്മുടെ പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ഫോർമാസ്റ്റും നമ്മൾ വന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കപ്പലിന്റെ ഫോർമാസ്റ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം കപ്പൽ വലിപ്പം കൂടുതലാണ്. വലിപ്പം കൂടുതലായാലും ചെറുതും വലുതുമായിട്ടുള്ള കപ്പലുകൾക്കെല്ലാം കണക്ഷൻ എക്യുപ്മെന്റ് സെയിം ആണെങ്കിലും നിലവിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും പുതിയ കപ്പലുകൾ ബിൽഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് കാണാനും ഭംഗിയും കൂടുതലായിരിക്കും, കൂടുതൽ സ്പേസ് ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഫോർമാസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടത് കുറെ സ്പേസ് എടുക്കുന്ന രീതിയിലാണ് ആ ഫോർമാസ്റ്റ് ഉണ്ടെങ്കിൽ ചില ഫോർമാസ്റ്റുകളൊക്കെ വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന കപ്പലുകൾക്ക് നമുക്കറിയാം നീളം, അതായത് അതിന് ഉദാഹരണമാണ് MSC ഗുൾസൺ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ്. 2023 മുന്നേ, അതായത് 2023 നമ്മുടെ MSCയുടെ തന്നെ അയറിന് ഇറങ്ങിയത്. MSC ഗുൾസൺ ഏകദേശം 23,000 സംതിങ് കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC ഗുൾസൺ MSC അയറിനുമായിട്ട് സെയിം വലിപ്പം തന്നെയാണ്. പക്ഷേ MSC അയറിന് ഇറങ്ങിയ ശേഷം കണ്ടെയ്നർ കപ്പാസിറ്റി ഏകദേശം 580 TEU കണ്ടെയ്നർ കൂടുതൽ കയറ്റാൻ പറ്റുന്നത് MSC എയർലൈനാണ്. അതുകൊണ്ടാണ് നിലവിൽ MSC എയർലൈൻ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറയും. നമ്മുടെ പോർട്ടിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഇറങ്ങുന്ന കപ്പലുകൾക്ക് സൈസ് സെയിം ആണെങ്കിൽ കണ്ടെയ്നർ കൂടുതലായിട്ട് കയറ്റാനായി സാധിക്കും. അതായത് ഡ്രാഫ്റ്റ് കൂടുതൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പലുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ല കപ്പലിന്റെ വലിപ്പം കൂട്ടിയിട്ടല്ല കണ്ടെയ്നറിന്റെ സൈസ് കൂട്ടുന്നത്. നിലവിൽ നമ്മൾ ഈ പറഞ്ഞ ഗുൾസനും MSC അയറിനെയും സെയിം വലിപ്പം തന്നെയാണ്. പക്ഷെ കണ്ടെയ്നർ ക്യാരി ചെയ്യാൻ കൂടുതൽ പറ്റുന്നത് MSC അയറിനൊക്കെയാണ്. അത് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എത്രത്തോളം കണ്ടെയ്നർ നമുക്ക് ആ സ്പേസിൽ സൂക്ഷിക്കാൻ സാധിക്കും, ആ രീതിയിലാണ് പുതിയ ടെക്നോളജി നമുക്ക് ഈ മറൈൻ ഫീൽഡിൽ നമുക്ക് കൂടുതൽ കപ്പൽ കാണുന്നതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുക. നമ്മുടെ പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഓരോ കപ്പലിനെയും നമുക്ക് ഡിഫറൻ്റ് ആയിട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ചെറിയ കപ്പൽ ഉൾപ്പെടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വന്നതിന് ശേഷം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏത് പോർട്ടിൽ പോയാലും ഇങ്ങനൊരു ഡിഫറൻസ് നമുക്ക് ഒരിക്കലും കാണാനായി സാധിക്കില്ല. കാരണം ചില പോർട്ടുകൾക്ക് ഫീഡർ വെസൽ മാത്രമേ വരുള്ളൂ, അൾട്രാ ലാർജ് വരില്ല. ചിലതിൽ ലാർജ് വെസൽ മാത്രമേ വരുള്ളൂ, അൾട്രാ ലാർജ് വരില്ല. പക്ഷേ നമ്മുടെ പോർട്ടിൽ ഫീഡർ വെസലാവട്ടെ, ലാർജ് വെസലാവട്ടെ, അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ നമ്മുടെ പോർട്ടിൽ വരുന്നതിനാൽ നമുക്ക് ആ കപ്പലിന്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും പഠിക്കാനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗ് പോർട്ടിലേക്കല്ല പോയത്. അതായത് പോർട്ടിലെ പൈലറ്റിനെയും കൊണ്ട് വന്ന കപ്പലാണ്. നമ്മുടെ ഈ കപ്പലിൽ നിന്ന് പോർട്ടിലെ പൈലറ്റ് ഡോൾഫിൻ 27 നിന്നും പ്രവേശിച്ചതിന് ശേഷം ഇപ്പോൾ പുറംകടലിലേക്കാണ് ആ ടഗ് പോകുന്നത്. കാരണം പുറത്തൊരു കപ്പൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ കപ്പലിനെ പോർട്ടിനകത്തേക്ക് കൊണ്ടുവരാനാണ്
നമ്മുടെ പോർട്ടിലെ പൈലറ്റ് പോയത്. 24 മണിക്കൂറും വർക്കിംഗ് ഉള്ള പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട്. എല്ലാ പോർട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ പുറത്തെ തിരമാല നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം വിഴിഞ്ഞം മേഖലയിലെല്ലാം വലിയ തിരമാലയാണ് കണ്ടത്. കപ്പൽ ആടി ഉലഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. ഈ തിരമാലകൾ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കപ്പൽ പോകുന്നത്. എല്ലാ കപ്പലും അങ്ങനെ തന്നെയാണ്, ആടി ഉലഞ്ഞ് തന്നെയാണ് കപ്പൽ പോകും. തീരദേശത്തോട് അടുക്കും തോറും തിരമാലയുടെ ശക്തി കൂട്ടും. എനിക്കൊന്ന് പുറംകടലും അത് കാണുമായിരിക്കും. കാരണം നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഈ ക്യാമറയിൽ കിട്ടുന്ന വിഷ്വൽ മാത്രമാണ് നമുക്കറിയാം. പുറം കടലിലേക്ക് നമ്മൾ പോയിട്ടില്ല. അത് കാരണം കപ്പൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് പറയുവാണെങ്കിൽ നല്ലൊരു തിരമാലയുണ്ട്. ആ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ MS ജൗലഗിരി ജിബൂട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായിട്ടും കപ്പൽ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു 2-3 മാസമായിട്ടുള്ള ഇങ്ങനെ തിരമാലയുടെ ശക്തി വളരെ കൂടുതലായിട്ട് ഈ മാസത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞത് വിഴിഞ്ഞം ഹാർബറിലാണ് ഈ പ്രദേശത്തുള്ള എല്ലാ ഫിഷർമാന്മാരും വള്ളം നമ്മുടെ ഈ പറയുന്ന ഹാർബറിനകത്തോട്ട് പ്രവേശിക്കുന്നത്. കാരണം അവിടെ ബ്രേക്ക് വാട്ടർ പോലെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് കാരണം വലിയൊരു തിരമാല വരില്ല. വേറെ ഒരു നമ്മുടെ ഈ പറയുന്ന കടപ്പുറത്തും ഈ വള്ളം കയറ്റാനായി സാധിക്കില്ല, തിരമാലയുടെ പവർ കൂടുതലായതുകൊണ്ടാണ്. പക്ഷെ കപ്പലുകൾക്ക് ആ ഒരു പ്രശ്നമില്ല. കപ്പലുകൾക്കും തിരമാല പ്രശ്നമാണ്, എന്നാലും വള്ളം പോലെ പ്രശ്നമുള്ള കേസല്ല. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് MS ജൗളഗിരിയിൽ ജിബൂട്ടിലേക്ക് കാണാൻ സാധിക്കും. പോകുന്ന സമയത്ത് തന്നെ നമുക്ക് തൊട്ട് പുറകിലായിട്ട് വേറൊരു കപ്പലുണ്ട്, നമുക്കത് കാണാൻ സാധിക്കുമുണ്ടോ. ആ കപ്പൽ പോയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതൊരു വലിയ കപ്പലാണോ ചെറിയ കപ്പലാണോ നമുക്ക് അറിയില്ല. വളരെ ദൂരെയാണ് ആ കപ്പലുള്ളത്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പൽ ഏതാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എന്താ വളരെ ദൂരെയായിട്ടൊരു കപ്പൽ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ പോർട്ടിന്റെ അവസ്ഥ. പലരും നമ്മൾ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത്, നമ്മുടെ പോർട്ടിന്റെ അപ്ഡേഷൻ എടുക്കാൻ പോയ സമയത്ത് പലരും ചോദിക്കുകയുണ്ടായി, ഒരു കപ്പലെങ്കിലും ഈ പോർട്ടിൽ ബെർത്ത് ചെയ്യുമോ എന്ന് ചോദിച്ചവർ ഇപ്പോൾ എത്ര കപ്പലാണ് ഔട്ടർ ആങ്കറേജിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. കാരണം ബെർത്ത് ഫില്ലാണ്. ഔട്ടർ ആങ്കറേജിൽ 5-6 കപ്പൽ നിലവിലുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പോർട്ട് വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാനായി സാധിക്കും. അടുത്ത കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ കപ്പലിന്റെ ഡീറ്റെയിൽ, ഏതാണ് ആ കപ്പൽ, വ്യത്യസ്തമായ കണ്ടെയ്നർ ഉണ്ടോ, ഏത് പോർട്ടിൽ നിന്നാണ് ആ കപ്പൽ വന്നിട്ടുള്ളത്, കപ്പലിന്റെ ഡ്രാഫ്റ്റ് എത്രയാണ്, നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന ഉൾപ്പെടെയുള്ള വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും ആദ്യം തന്നെ നമ്മുടെ ഈ ചാനലിൽ നോട്ടിഫിക്കേഷൻ വരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. Thank you.